പിന്നെ കെട്ടിയെടുത്തോണ്ട് വന്നിരിക്കുന്നു പ്രാന്തനെ. പ്രാന്താത്രേ പ്രാന്ത്. ബാക്കിയുള്ളവരുടെ കഞ്ഞുകൂടി മുട്ടിച്ചിട്ട് മോശം പിടിച്ചവന്റെ ഉടുക്കത്തൊരു പ്രാന്ത്. എന്തിനാ ചെറിയമ്മ ഇങ്ങനെയൊക്കെ? ചെറിയമ്മ മേലാൽ നാക്ക് വളച്ച ആ പേര് എന്നെ നീ വിളിച്ചു പോരുത്. ചെറിയമ്മ 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 നീ വിളിച്ചോണ്ടായില്ല. അവക്കും കൂടി തോന്നണ്ടേ? വാ ഇങ്ങോട്ട്. അതെടി എനിക്ക് കൂടെ തോന്നണം. തോന്നിയോടത്തോളൊക്കെ മതി. കിട്ടി കിട്ടേണ്ടതൊക്കെ. നിന്റെ മോന് ഭ്രാന്ത് വരുന്നു വെച്ചേ ഞങ്ങൾ ഈ കുന്നുമോളിലുള്ളവരൊക്കെ അവന് വെട്ടിമുറിക്കാൻ കയ്യും കാനും കൊണ്ട് നിന്നു കൊടുക്കണം അല്ലേ? പിന്നെ ഈ ഭ്രാന്തൻ ജയിലിൽ നിന്ന് കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ട് വരുമ്പോ താലപ്പൊലി എടുക്കാം. വേണ്ട എന്റെ പെണ്ണെ വേണ്ട. ശവത്തെ കുത്തിമന്തി കളിക്കാണ്ടിരുന്നാ മതി. ഞാൻ എന്റെ കുട്ടിയെ കൊണ്ട് പൊക്കോളാം. ഇങ്ങോട്ട് വരാനാ പറഞ്ഞേ. അതെ കൊണ്ടുപോകുന്നതന്നെ നിനക്ക് നല്ലത്. ഇല്ലെങ്കിൽ പ്രാന്ത് വരുമ്പോ നീ ചങ്ങലയ്ക്ക് പൂട്ടുന്ന വല്ല കയ്യും കാലും ഉണ്ടല്ലോ അത് ഞാനിവിടെ കൊത്തി എറിഞ്ഞിടും. കണ്ണി കണ്ടവരുടെ വായിന്ന് കേട്ട ഒന്നും പോരാഞ്ഞിട്ട് നിൽക്കുക. പിന്നെ ഇങ്ങോട്ട് പോടാ. ഇല്ലെങ്കിൽ കൊടുവാണെന്ന് എനിക്ക് കിട്ടും. എങ്കിൽ ചെന്ന് എടുത്തോണ്ട് വാടി. നിർത്തുന്നുണ്ടോ? മതി. തള്ളേ ഭ്രാന്തനെ പിടിച്ച് പോണ വഴിക്ക് എങ്ങോട്ടാന്ന് ചൊപ്പിക്കോ. ഇല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ ഇട്ട് ഭ്രാന്ത് ഞാൻ മാറ്റും. നീ ആരാ? നിന്റെ തന്ത. നിന്നുണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാ. എന്റെ മോളെ എങ്ങാനും ദേവു ദേവി എന്നൊക്കെ വിളിച്ചവളെ കാണാനോ കൊഞ്ചാനോ അവൾക്ക് കൊലമോചനം കൊടുക്കാനോ നിന്ന 2-3 മാസം മുമ്പ് നീ ചെയ്ത പണി നിന്നോട് ഞാൻ ചെയ്യും. എന്നെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ അതിന് പറ്റിയ ആണുങ്ങളുണ്ടാവും എന്റെ കയ്യിൽ. ഈ പ്രാന്താശുപത്രിയിലൊന്നും പണ്ടത്തെ പോലെ തിരക്കില്ലല്ലേ? അതോ കൂടിയോ? ആ കാടും അവിടുന്ന് വരുന്ന കാറ്റും ദേവൂനൊക്കെ പിന്നെയും കണ്ടപ്പോ കളഞ്ഞു പോയത് എന്തോ തിരിച്ചു കിട്ടിയെന്ന് തോന്നി. പക്ഷേ ഇപ്പോ വേണ്ടായിരുന്നു. 2-3 മാസം കിടന്ന പ്രാന്താശുപത്രി തന്നെ പുണ്ണിട്ടാ. പാപ്പി ചെറിയമ്മ എന്നെ ശപിച്ചു തുപ്പുന്നു. ദേവൂൻ എന്റെ മുന്നിലിട്ട് തല്ലുന്നു. ഏതോരുത്തൻ എന്റെ തന്തയ്ക്ക് വിളിക്കുന്നു, അടിക്കുന്നു. നീ അമ്മയൊന്നും പറയുന്നുമില്ല. പറ, ആർക്കും എന്നെ അപ്പുണ്ണിയെ വേണ്ടടാ. നിന്നെ വേണ്ടെന്നാ? നീ വരാൻ ദിവസങ്ങളിൽ എണ്ണിരുന്നത് ഞങ്ങളൊക്കെ. നിന്റെ ദേവു അതെ. എന്നിട്ടും എന്താടാ എല്ലാവർക്കും പറ്റിയത്? ഒന്നും നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ. അസുഖം മുറുകണ നേരത്ത് ചെറിയ കാര്യത്തിന് പോലും നീ വല്ലാതെ പൊട്ടിത്തെറിക്കാറില്ലേ? പിന്നെ നീ ആർക്കും വഴങ്ങൂല. നമ്മുടെ വാറ്റുകാരൻ ചിന്നപ്പൻ അവന് നാളെ കിട്ടേണ്ടത് തന്നെ. ഞങ്ങൾ ആര് പിടിച്ചിട്ടും പറഞ്ഞിട്ടും നിന്നെ കിട്ടണ്ടേ? നീ അവനെ കൊല്ലുമെന്നായപ്പോ നിന്റെ സ്വഭാവം നന്നായിട്ട് അറിയാവുന്നോണ്ടാ ദേവുന്റെ അച്ഛന്റെ അകവെട്ടൻ നിന്നെ പിടിച്ചു മാറ്റാൻ വന്നത്. ആ നേരത്തെ നിനക്കാര് എന്ത്? ചിന്നപ്പനോട് തുടങ്ങിയത് നിന്നെ നല്ലതിനു വേണ്ടി ഇടപെട്ട രാഘവട്ടനോട് തീർത്തു. കയ്യിൽ കിട്ടി ആയുധം കൊടുത്ത് വെട്ടിയിട്ടു. ഒടുവിൽ ചുരുട്ടിക്കുട്ടി ഒരേറ്. തണ്ടലോടി ഞന്ന് കിടക്കണ കിടത്തം ഇന്നും കിടക്കാം. എന്റെ ഭഗവതി, മിണ്ടാൻ പഠിച്ച കാലം തൊട്ട് ഞാൻ ചെറിയച്ചാന്ന് വിളിച്ചെന്റെ അച്ഛനൊത്ത മനുഷ്യൻ. ഇത്തിരി പോന്ന കാലത്ത് പണിയായുധമെടുത്ത് കൈ തന്ന ഗുരു, ആ മനുഷ്യനെ ഞാൻ എല്ലാം എന്റെ നശിച്ച പ്രാന്ത.